ഒരു സുഖമില്ല. മടുത്തു. അപ്പോൾ അയ്യോ എന്താ പറയണ്ടേ, പറയാനൊന്നുമില്ല പ്രത്യേകിച്ച്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് തുടങ്ങാം. ഹായ് ഗെയ്സ്, എൻ്റെ 90 ഡേയ്സ് ഓഫ് കാലിസ്തനിക്സ് ജേർണിയുടെ 4th ഡേ ആണ് ഇന്ന്. അപ്പം എന്നത്തെ പോലെ തന്നെ വാമ്പൊക്കെ കഴിഞ്ഞ് ഇന്നും ഹാൻഡ് സ്റ്റാൻഡ് തന്നെ പ്രാക്ടീസ് ചെയ്തത്. കാരണം അതൊന്ന് കറക്റ്റ് ഒരു അത്യാവശ്യം പൊസിഷനിലാക്കിയിട്ട് വേണം അടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇന്ന് ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറയാം. +2 എക്സാമൊക്കെ എഴുതിയിട്ട് റിസൾട്ടും കാത്തിരുന്നപ്പോഴാണ് അടുത്ത എന്ത് ചെയ്യണം എന്നുള്ളൊരു ബോധമൊക്കെ വന്നത്. അപ്പം അടുത്ത എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ കുറേ ആലോചിച്ചപ്പം ബിടെക് എടുക്കാമെന്നാ പിന്നെ വിചാരിച്ച്. അപ്പം +2 ഒക്കെ കഴിഞ്ഞുകൊണ്ട് കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക വലിയ ഇതാന്നൊക്കെ വിചാരിച്ച് ബിടെക് ഒക്കെ എടുത്ത് കോളേജിൽ പോയി ചേർന്ന്. ആദ്യത്തെ ഒരു വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേന് ഏകദേശം കാര്യങ്ങളെല്ലാം തീരുമാനമായി. നിന്ന് തീരാൻ സമയമില്ല. സെമ്മ് തീരുന്നത് ഒരുമാതിരി കണ്ണടച്ച് ഉറക്കുന്നതാണ്. 6 മാസം സെമ്മ് 3 മാസം കൊണ്ട് വരും. എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യില്ല. പിന്നെ എൻജോയ്മെൻറ്റ് ഫസ്റ്റ് ഒരു ഇയർ സെറ്റായിരുന്നു. സെക്കൻഡിലോട്ടൊന്നും അതുമില്ല. ഏകദേശം അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി. പിന്നെ ഒരുമാതിരി പ്രോഗ്രാം ചെയ്താൽ വെച്ചാൽ കോളേജിൽ പോവാം വീട്ടിൽ വരിക, കോളേജിൽ പോവാം വീട്ടിൽ വരിക, അത് തന്നെ അവസ്ഥ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, +2 കഴിഞ്ഞിട്ടിരിക്കുന്നവരാണെങ്കിൽ മാക്സിമം ചിന്തിച്ച് കാര്യങ്ങളൊക്കെ എടുക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇന്നത്തെ ഈ കാലിസ്തനിക്സ് ജേർണി എന്ന് പറയുമ്പോൾ അത് ഏകദേശം എനിക്ക് മാക്സിമം ഹോൾഡാക്കാൻ പറ്റിയിട്ടുണ്ട്. ഹാൻഡ് സ്റ്റാൻഡ് കുറച്ച് ബെറ്ററായിട്ട് വരുന്നുണ്ട് ഡേ ബൈ ഡേ ഗീസ്. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഇന്നലത്തേക്കാളും ബെറ്ററായിട്ടുണ്ട്. അത്യാവശ്യം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബൈ ബൈ.